ഇനി അടുത്ത ശ്ലോകം. ബന്ധുക്കളില്ല ബലവും ധനവും നിനയ്ക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നതോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ എന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളിയിടു ശംഭോ. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോ വല്ല ബന്ധുക്കളും നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ബന്ധുക്കളില്ല. ധനമുണ്ടോ? ഇല്ല. ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെ ഈ ഒരു അറിവുണ്ടാകുന്നത് എപ്പോഴാണ്? പുറത്തു വരുമ്പോ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. എൻ്റെ അജ്ഞത മുഴുവൻ, എൻ്റെ അന്ധകാരം മുഴുവൻ, ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഗുകാരോ അന്ധകാരശ്ചരുകാരസ്തൻ നിവർത്തതേ അന്ധകാര നിവർത്തിത്വാത് ഗുരുവിദ്യ വിധീയതേ എന്നാണ്. ഗു എന്ന് പറയുന്ന അജ്ഞതയിൽ നിന്ന് രു എന്ന് പറയുന്ന പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ്. ഉച്ചനീചത്വങ്ങളുടെയും അനാചാരങ്ങളുടെയും അസമത്വങ്ങളുടെയും ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളെയൊക്കെ നയിച്ച് സുതാര്യതയിലേക്ക്, പ്രകാശത്തിലേക്ക് നയിച്ച ഒരു വലിയ ഗുരുദേവന്റെ സ്മരണ പുതുക്കലിനാണ്, സമാധി ദിനത്തിനാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് മരിച്ചുപോയിന്ന്, അല്ലേ? മരിച്ചുപോയി നമ്മൾ സമാധി എന്ന് സാധാരണ പറയാം. പക്ഷേ ഇതുപോലെയുള്ള നവോത്ഥാന സാരഥികളുടെ അവതാര പുരുഷന്മാരുടെ സമാധി എന്ന് പറയുമ്പോൾ സമാധി ഇങ്ങനെ എഴുതി വരും. ധീ എന്ന് പറഞ്ഞ ബുദ്ധി. ബുദ്ധിയെ സമമാക്കി നിർത്താനുള്ള അവസ്ഥയ്ക്ക് പേര് സമാധി. ഏതൊരു സാഹചര്യത്തിലും ഒരു വിഷമിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വികാരപ്പെട്ട് സ്വന്തം ജീവനടക്കം ബുദ്ധിമുട്ടുന്ന തരത്തിൽ വിഷമിച്ച് പോവാം. ചെറിയൊരു ആഹ്ലാദം വരുമ്പോഴത്തേക്കും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വലിയൊരു ആഹ്ലാദത്തിമർപ്പിൽ അപ്പോഴും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് ദുഃഖമോ സന്തോഷമോ ഒന്നുമല്ല. ദുഃഖം ദുഃഖമായിട്ടും സുഖമായിട്ടും ഒക്കെ കടന്നു പോകുമ്പോൾ അതിലൊന്നും ഒരു ഭാവഭേദമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമാധി എന്നത്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ട ഒരു കാര്യമാണ്. സുഖം വരുമ്പോൾ ഒരുപാട് ആഹ്ലാദിക്കാനോ, ദുഃഖം വരുമ്പോൾ അതിൽ കിടന്നിട്ട് ബന്ധുവെണ്ണീറാവാനോ നമ്മൾ പോണ്ട. ഇതിനെയൊക്കെ ഒരു സമചിത്തമായിട്ടുള്ള അവസ്ഥയിൽ, ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥ, പ്രജ്ഞ ബുദ്ധി സ്ഥിരമാക്കി നിർത്താനുള്ള ഒരു അഭ്യാസമായിട്ടാണ് ഗുരുദേവൻ തന്റെ കൃതികളിലൂടെയൊക്കെ മനുഷ്യനെ അവരുടെ മനസ്സിനെ വാർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ചിന്തക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ വളർന്നത്? അവിടെ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല, സ്വയം ബാഹുബലവുമില്ല, ബന്ധുബലവുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ വളർന്നത്? അത് ചിന്തിച്ചാൽ അഹോ വിചിത്രം, അത്ഭുതമായിരിക്കണം. നമ്മൾ ഈ അത്ഭുതത്തെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഈ ലോകാത്ഭുതങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കും. ലോകത്ത് വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്, വലിയ വലിയ മോണുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാനും അത്ഭുതപ്പെടാനും പോകും. പക്ഷെ മനുഷ്യ ശരീരം എന്ന മഹാത്ഭുതത്തെ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ള കാരുണ്യത്തിൽ നമ്മൾ കൃതജ്ഞരാവാറും ഇല്ല. അദ്ദേഹത്തെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടേയിരിക്കണം. എൻ മുഹൂർത്തം ക്ഷണമപി വാസുദേവോ ന ചിന്തയേ എന്ന് പറയണം. ഏത് മുഹൂർത്തത്തിലാണോ നിങ്ങൾ വാസുദേവനെ വിസ്മരിക്കുന്നത് അന്നാണ് ദുഃഖം, ആ സമയമാണ് ദുഃഖം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ അജ്ഞത മാറാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുക. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയെ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാനക്കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. ഗുരുദേവൻ അമ്മയുടെ ഗർഭത്തെ, അമ്മയുടെ ഉദരത്തെ കരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കരുവിലിരിക്കുന്ന ഒരു തടവറയിലിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പുറത്ത് വെളിച്ചം, ഇനി എനിക്ക് എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വെളിച്ചം വരുന്നത് എന്നുള്ളത് അറിയില്ല. അന്ധമായിരിക്കുന്നു. എന്നെ ഇവിടുന്ന് ആരാണ് രക്ഷപ്പെടുന്നത്? എനിക്ക് ഇനി എന്താണ് ആശ്രയം? നമ്മളൊക്കെ ആശ്രയിക്കാൻ ധനവും ബന്ധുക്കളും സ്വന്തം യൗവനവും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോൾ ഭഗവാനെ ഒന്നും ആലോചിക്കില്ല, അല്ലേ? ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, മക്കളൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുമ്പോൾ, ധനം നഷ്ടപ്പെടുമ്പോൾ ഇനി ആരാണ്, ഇനി എനിക്ക് എന്താണ് ആശ്രയമായിട്ടുള്ളത്? അപ്പോഴാണ് ചിലപ്പോഴൊക്കെ രാമായണവും ഭാഗവതവും ഒക്കെ എടുത്ത് അടുത്ത ആശ്രമത്തിലേക്കോ അമ്പലത്തിലേക്കൊക്കെ പോകാം. അതുവരെ എന്തമ്പലം, ഏതാശ്രമം, ഇതൊന്നും നമുക്ക് അറിയുകയില്ല. അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല ഭൂരിഭാഗം ആളുകളും. അപ്പൊ അങ്ങനെയൊരു ചിന്ത, ഈശ്വരനെ കുറിച്ചുള്ള ആ ആശ്രയബോധം നന്നേ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരാള്
മക്കൾക്കൊക്കെ ഈശ്വരന്റെ പേരിട്ടു അത്രേ, അവസാന കാലത്ത് വിളിക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല, ഈശ്വര വിശ്വാസവും ഭക്തിയും ഒന്നുമില്ല. എന്നാലും ആരോ പറഞ്ഞു അത് ശരിയാണെന്ന് വിചാരിച്ചു. കേശവൻ, നാരായണൻ, ഗോവിന്ദൻ, രാമൻ എന്ന് ആർക്ക് പേരിട്ടു? 4 ആൺകുട്ടികളുണ്ടായി, 4 ആൺകുട്ടികൾക്കും പേരിട്ടു. ഇദ്ദേഹത്തിന് അമ്പലത്തിൽ ആശ്രമത്തിൽ പോകാൻ സമയമില്ല, വിശ്വാസമില്ല. അങ്ങനെ കാലങ്ങളേറെ പോയി, ഇദ്ദേഹം മരണശൈലിയിലായി. എന്നാലും മരിക്കുമ്പോൾ മക്കളുടെ പേര് വിളിക്കുമല്ലോ. ആരോ പറഞ്ഞു അന്തേ നാരായണ സ്മൃതി, അവസാന കാലത്ത് നാരായണനെ വിളിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചിട്ടിരിക്കുകയാണ്. അതിലെങ്കിലും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് കേട്ടോ, വേറെ ആരാധനയൊന്നുമില്ല. അപ്പൊ മരണക്കിടക്കയിലായി. മക്കളൊക്കെ നന്നായി പഠിച്ചു. ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ നഗരത്തിൽ തന്നെ, സിറ്റിയിൽ തന്നെ 4 വലിയ ഷോപ്പുകൾ അവരുടെ അധ്യക്ഷതയിലാണ് വർക്ക് ചെയ്യുന്നത്. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ അധികാരികളായിട്ട് അവർ മാറി. അങ്ങനെ ഊർധ്വം വലിക്കാൻ തുടങ്ങി, മരണത്തോട് മല്ലിടിച്ച് കിടക്കാൻ തുടങ്ങി അച്ഛൻ. ഇത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ടെൻഷനായി. അവര് മകളെ വിളിക്കാൻ പറഞ്ഞു അച്ഛൻ. കിടക്കുന്ന അച്ഛൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു മകനെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ വെപ്രാളത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ മക്കൾ 4 പേരെയും വിളിച്ചു. അച്ഛൻ തീരെ വയ്യാൻ തോന്നുന്നുണ്ട്, എല്ലാവരും ഓടി വരാൻ പറഞ്ഞു. മക്കളൊക്കെ പണിയൊക്കെ ഇട്ടിട്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അവർക്ക്. അവര് ഓടി അടുത്ത് വന്നു. 4 പേരെയും കൂടി കണ്ടതും ഇദ്ദേഹത്തിന് ദേഷ്യമാണ് വന്നത്. ആരൊക്കെ 4 പേരെയും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഷോപ്പ് ആര് നോക്കും, കട ആര് നോക്കുമെന്ന് പറഞ്ഞ് ആ ദേഷ്യത്തില് ആക്രോശിച്ചുകൊണ്ട് ശ്വാസം എടുത്തു. പിന്നെ അതോടുകൂടി അപ്പൊ കേശവ, നാരായണ, ഗോവിന്ദൻ, രാമൻ, ശങ്കരൻ എന്നൊന്നും പേരിട്ടത് കൊണ്ട് ഒരു പ്രയോജനമില്ല, അത് വിളിക്കാൻ പോലും. അപ്പൊ താൻ എന്തൊക്കെയോ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന, എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സാധനങ്ങളിലും വസ്തുക്കളിലും മാത്രമാണ് ഒരു മമത. അത് മരിച്ചാലും നമ്മളെ വീണ്ടും വീണ്ടും ഈ ചക്രത്തിലേക്ക്, ജനന മരണ ചക്രത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അതിനെ വിട്ട് കുറച്ച് സമയമെങ്കിലും ഈശ്വരാരാധനയിൽ തന്നെ താനാക്കിയ ഈശ്വരന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി സമയമെങ്കിലും കൊടുക്കൂ എന്ന് ഗുരുദേവൻ നമ്മളോട് പറയുന്ന ആ ഒരു ശ്ലോകത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയത്. ഇനി അടുത്ത ആ പദ്യഭാഗം നമ്മളോട് പറയാണ്. രക്തമോടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ, മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ലെൻ താതൻ വളർത്തിയവനാണിവൻ ഇന്നു ശംഭോ. ഇതില് ഗുരുദേവൻ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യം നമ്മളോട് പറയുന്നു. രേതസ്സു തന്നെ ഇതു രക്തമോടും കലർന്ന്. ഇപ്പൊ മാതാവ്, മാതൃത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അല്ലേ വലിയൊരു മഹത്തരമായിട്ട് കാണുന്നതാണ് അല്ലേ. പ്രസവിച്ച ആർക്കും അമ്മയാവാം, പക്ഷെ മാതാവാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. മാതാവ് എന്നുള്ള പദവിയിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ അവിടെ കുറച്ച് ഉത്തരവാദിത്വങ്ങൾ നമ്മൾ പാലിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്. മാ എന്ന് പറഞ്ഞാൽ തന്നെ അളക്കുന്നവൾ എന്നാണ് അർത്ഥം. എന്തളക്കുന്നവൾ? നമ്മുടെ മക്കളുടെ മനസ്സിനെയൊക്കെ അളക്കുന്നവൾ. അല്ലാതെ എൻ്റെ കുറെ ഇഷ്ടങ്ങള് അവനിൽ അടിച്ചേൽപ്പിക്കലല്ല. അവനത് ചെയ്യാൻ ശേഷിയുണ്ടോ, അവന്റെ സർഗാത്മകത എന്താണെന്ന് ചിന്തിക്കാൻ ശേഷിയുള്ളവളാണ് മാതാവ്. അവനെ വികസപ്പെടുത്തിയിട്ടോ അവന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതോ അല്ല ഒരു അമ്മയുടെ ധർമ്മം, മാതാവിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം മാതാവാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഗുരുദേവൻ നമ്മളോട് പറയുന്നു, നമ്മൾ മാതൃത്വമൊക്കെ വലിയ കാര്യത്തില് കൊണ്ടാടാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അമ്മ ഏറ്റവും മഹത്. അതുപോലെ തന്നെ തത്തുല്യമായ പ്രാധാന്യത്തോടുകൂടി ആരെയും കാണണം? പിതാവിനെയും അച്ഛനെയും കാണണം എന്നുള്ളതാണ്. കാരണം അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പ് പിതൃഗർഭത്തിലായിരുന്നു നമ്മളൊക്കെ. ഒരു ബീജമായി, ഒരു ജീവന്റെ തുടിപ്പായി അച്ഛന്റെ ശരീരത്തിലാണ് നമ്മൾ വളർന്നത് അല്ലെ. അതിനെ നിഷേധിക്കാൻ നമുക്ക് സാധിക്കുമോ? അപ്പൊ അതാണ് പറയുന്നത്, ഗുരുദേവൻ പറയുന്നത് അച്ഛന്റെ ബീജം തന്നെയാണ് രക്തമോടും കലർന്ന്. ഇന്നത്തെ ഒരു ബയോളജിസ്റ്റിന്റെ അല്ലെ, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ വേഷമൊക്കെ ധരിച്ച ഗുരുദേവൻ നമ്മളോട് പറയാണ് ഇതെങ്ങനെയാണ് ഗുരുദേവൻ ഈ ജീവന്റെ സ്പന്ദനങ്ങള് തിരിച്ചറിഞ്ഞത്. വലിയൊരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് അനേകായിരം ബീജങ്ങളാണ് രണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ സെലക്ട് ചെയ്തിട്ടാണ് അതിനെ ഒരു കുഞ്ഞായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുന്നത്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല കിടക്കുന്നത്. ഈ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ആ വലിയ കാരുണ്യത്തോട് കടപ്പാടുള്ളവരായി
നന്ദിയുള്ളവരായിട്ട് തീരട്ടെ എന്ന് ഗുരുദേവൻ ചോദിക്കണം. അപ്പൊ മാതാവും പിതാവും അധ്യാപകരും ആചാര്യനും ഒക്കെ അടങ്ങുന്ന സമൂഹത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ വീണ്ടും വീണ്ടും ഗുരുദേവൻ പറയാണ്, നമ്മളോട് പറയുന്നു. നാദം തിരുണ്ടുരുവതായ നടുവിൽ കിടന്നേ, രേതസും രക്തവും കൂടി കലർന്ന് ഒരു മാംസാകൃതി കൊണ്ട് നാദം തിരണ്ട്, ആ വാർഷിക തിരളുക, അതിൽ പ്രവേശിക്കുന്നു. നാദം ജീവൻ പ്രവേശിക്കുന്ന വലിയൊരു കാര്യത്തെ ഗുരുദേവൻ ഇവിടെ ഉപദേശിച്ചിരിക്കുകയാണ് നമ്മളോട്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, വലിയ വലിയ കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ വെറും കാമകേളികളുടെ ഉപോൽപ്പന്നങ്ങളാവരുത് നമ്മുടെ കുട്ടികൾ. ശാരീരികമായ ചേഷ്ടയുടെ ഉപോൽപ്പന്നങ്ങളല്ല നമ്മുടെ കുട്ടികൾ. ആത്മബോധത്തിന്റെ, അച്ഛനും അമ്മയും ദമ്പതികൾ തപസ്സിരുന്ന് വ്രതമനുഷ്ഠിച്ച് ഗർഭാധാന സംസ്കാരം നടത്തേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൃഷ്ടിപ്രക്രിയയുടെ പങ്കാളികളായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒരു ബോധവും ഇല്ലാതെ ശാരീരികമായിട്ടുള്ള കാമകേളികൾക്ക് വിധേയമായിട്ട് ഇണചേരേണ്ട ഒന്നല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, അപ്പൊ ശക്തിയുള്ളതും പുഷ്ടിയുള്ളതും ആത്മാഭിമാനമുള്ളതും മൂല്യവത്തായതുമുള്ള കുട്ടികൾ. ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ഒരു കഥ കൂടിയുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. കഹോടകൻ എന്ന് പറയുന്ന മഹർഷിക്ക് സുജാതയിലുണ്ടായിട്ടുള്ളൊരു മകൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഷ്ടാവക്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. അപ്പൊ സുജാത ഗർഭവതിയായിരിക്കുന്ന സമയത്ത് കഹോടക മഹർഷി ഈ വേദമന്ത്രങ്ങളെയൊക്കെ കുട്ടിക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. 5-ാം മാസം ആവുമ്പോൾ ഈ ശരീരത്തില് രോമവളർച്ച ഉണ്ടാവും. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങള് വരും. ആ സമയത്തൊക്കെ കുട്ടി സെൻസ് ചെയ്യുമെന്ന് എത്രയോ കാലം മുമ്പ്, ആധുനിക സയൻസിന് മുൻപ് തന്നെ ഋഷി പരമ്പര കണ്ടെത്തിയിരുന്നു. അപ്പൊ കഹോടകൻ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും വേദാലാപനം നടത്തൂത്രേ. അപ്പൊ ഈ കുട്ടി, ഗർഭത്തിലിരിക്കുന്ന ഈ കുട്ടി ഇതൊക്കെ കേൾക്കണം. അപ്പൊ ഗർഭിണികൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം, ഇങ്ങനെയുള്ള സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണതിന്റെ കാര്യമൊക്കെ അന്നേ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കേട്ട് ഒരു 7-ാം മാസമോ 8-ാം മാസം ആവുന്ന സമയത്ത് കഹോടകൻ ചൊല്ലിയ മന്ത്രത്തില് ഒരു തെറ്റ് വന്നു. പുറത്തിരുന്ന് ചെല്ലണു, ഭാര്യ അവിടെ ഇരുന്ന് കേൾക്കണു, വയറ്റിലിരുന്ന കുട്ടി ഇതൊക്കെ കേൾക്കണുണ്ട്. അപ്പൊ മന്ത്രത്തിലൊരു തെറ്റ് വന്നപ്പോ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു ഇത്രേ സുജാതയുടെ. അച്ഛൻ ചെറിയ മന്ത്രത്തിലൊരു തെറ്റുണ്ട്, ഒരു പിശകുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് ഒരു ക്ഷതമേറ്റു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ജനിച്ചിട്ട് പോലുമില്ല ഇത്രയ്ക്ക് അഹങ്കാരമോ, നിനക്ക് ശരീരത്തിൽ 8 വളവുകൾ ഉണ്ടാവട്ടെ, ശപിച്ചു. അങ്ങനെ ജനിച്ചു അഷ്ടാവക്രൻ, ശരീരത്തിൽ 8 വളവുകളോടുകൂടി. പക്ഷെ ജ്ഞാനിയായിരുന്നു. അഷ്ടാവക്ര ഗീതയൊക്കെ കേട്ടിട്ടില്ലേ?